തിരുവനന്തപുരം നെയ്യാറ്റിൻകര എക്സൈസ് റേഞ്ച് ഓഫീസിലെ 3 ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം. എക്സൈസ് ഇൻസ്പെക്ടർ പ്രശാന്തിനും 2 സിവിൽ എക്സൈസ് ഓഫീസർക്കുമാണ് പരിക്കേറ്റത്. കൈ കാണിച്ചിട്ട് നിർത്താതെ പോയ കാറിനെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ജിബിൻ JB നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിബിൻ, ഇതെന്താണ് സംഭവം? എപ്പോഴായിരുന്നു? പ്രതികളെ പിടികൂടാനായോ? ഇന്ന് രാത്രിയോടുകൂടിയാണ് ഈ നെയ്യാറ്റിൻകര എക്സൈസ് റേഞ്ച് ഓഫീസിലെ 3 ഉദ്യോഗസ്ഥർക്ക് നേരെ ക്രൂരമർദ്ദനം ഉണ്ടായിരിക്കുന്നത്. എക്സൈസ് ഇൻസ്പെക്ടറായ പ്രശാന്തിനും 2 സിവിൽ എക്സൈസ് ഓഫീസർമാർക്കാണ് പരിക്കേറ്റത്. ഇവർ നിലവിൽ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എക്സൈസ് സംഘം വാഹനത്തിന് കൈ കാണിച്ചിട്ട് നിർത്താത്തതിനെ തുടർന്ന് വാഹനത്തെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവരിൽ നിന്ന് പാൻ പരാഗ്, ശംഭു തുടങ്ങിയ പാക്കറ്റുകൾ എക്സൈസ് സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇവർക്ക് പെറ്റി നൽകി സംഘത്തിന് പെറ്റി നൽകി എക്സൈസ് സംഘം വിട്ടയക്കുകയായിരുന്നു. ഇത് ചില നാട്ടുകാർ ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നാട്ടുകാർ ഒത്തുകൂടി എക്സൈസ് സംഘത്തിന് നേരെ മർദ്ദനം അഴിച്ചുവിട്ടത്. തുടർന്ന് മറ്റു റേഞ്ചുകളിൽ നിന്ന് എക്സൈസ് സംഘം എത്തിയാണ് നാട്ടുകാരെ പിന്തിരിപ്പിക്കുകയും ഈ ആക്രമണത്തിൽ ഇരയായ 3 എക്സൈസ് ഇൻസ്പെക്ടർമാരെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത്. ഇത് സംബന്ധിച്ച കൂടുതൽ അറസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നാട്ടുകാർ ഒത്തുചേർന്നതെന്നും എക്സൈസ് സംഘത്തിനെതിരെ തിരിഞ്ഞത് എന്നുള്ള കാര്യം പരിശോധിച്ചതിന് ശേഷമായിരിക്കും നടപടിയെടുക്കുക. സിവിൽ ഓഫീസർമാരായിട്ടുള്ള പ്രശാന്ത്, ലാൽകൃഷ്ണ, പ്രസന്നൻ എന്നിവർക്കാണ് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ നാട്ടുകാരുടെ ആക്രമണത്തിനിടെ ഈ ലാൽകൃഷ്ണയുടെ 3 പവൻ മാല മോഷണം പോയതായും പറയപ്പെടുന്നു. എന്തായാലും നിലവിൽ ഇവർ 3 പേരും ഇപ്പോൾ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരി ജിബിൻ, പരിശോധനയ്ക്കിടയിലുണ്ടായ സംഘർഷത്തിലാണ് 3 എക്സൈസ് ഓഫീസർമാർക്ക് പരിക്ക് സംഭവിച്ചത്. 50 അംഗ സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്.